ഹായ് മൈസെൽഫ് സി ആഷിഫ്. ഇന്നിപ്പോൾ ബജറ്റ് വന്നു അല്ലേ? നമ്മളെ ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിച്ചു. അതിൽ എല്ലാവരും നോക്കുന്നൊരു പാർട്ട് തന്നെയാണ് ഫിനാൻസ് ആക്ട് അല്ലേ? ഫിനാൻസ് ആക്ട് ടാക്സ് അപ്ഡേറ്റ്സ് നമ്മളെല്ലാവരും നോക്കുന്നതാണ്. ഇപ്പോൾ 2025 ഫിനാൻസ് ആക്ട് പ്രകാരമാണ് ഇന്നത്തെ ബജറ്റിൽ പറയുക, അങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ പലർക്കും ഉണ്ടായിരുന്ന ഡൗട്ടായിരിക്കും, അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാര്യമാണ്, ഇത് ഏത് വർഷത്തെ ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഏത് വർഷത്തെ ഇൻകത്തിനെ കുറിച്ചാണ്. പലരും വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഇനി ടാക്സ് ഫയൽ ചെയ്യാനുള്ളത് അല്ലേ, കഴിഞ്ഞ വർഷത്തിൻ്റെ റിട്ടേൺസ് ഒക്കെ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു അല്ലേ, ജൂലൈയിലോ സെപ്റ്റംബറിലോ ഡിസംബറിലൊക്കെ ആയിട്ട് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കാണും. കാരണം അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. മാർച്ച് വരെ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. എന്നാൽ പോലും ഒട്ടുമിക്ക ആളുകളും, പ്രത്യേകിച്ച് ഞാൻ ഈ പറയപ്പെടുന്ന ഇൻകം കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ റിട്ടേൺ ഫയൽ ചെയ്ത് കാണും. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്ന റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് 24-25 നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ പുറത്താണ്. അതായത് 1/4/24 മുതൽ 31/3/25 വരെ, അതായത് ഇനിയും 2 മാസമുണ്ട്, മാർച്ച് വരെ നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്ന ഇൻകത്തിൻ്റെ പുറത്ത് നമ്മൾ ടാക്സ് കൊടുക്കാനുണ്ട്. ആ ടാക്സിന് ഇന്ന് വന്ന ബജറ്റിലെ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാകും. കാരണം എനിക്ക് തന്നെ എൻ്റെ ഒരുപാട് ക്ലയൻസ് ഇപ്പോൾ ആൾറെഡി മെസ്സേജൊക്കെ അയച്ചു തുടങ്ങി. ഓക്കെ, നമുക്കപ്പോൾ 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു തുടങ്ങി. പക്ഷേ ശരിക്കും അങ്ങനെയാണോ? അല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫിനാൻസ് ആക്ട് 2025 അതാണല്ലോ ഇന്നത്തെ ഫിനാൻസ് ആക്ട്, ഇന്നത്തെ ബജറ്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്. അത് എന്നു മുതലാണ് ആപ്ലിക്കബിൾ എന്നുള്ളത്. അത് ആപ്ലിക്കബിൾ ആവുന്നത് 25-26 ഇയേഴ്സിലോട്ടാണ്. അത് 1/4/2025 മുതൽ 31/3/2026 വരെ നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്ന ഇൻകത്തിൻ്റെ പുറത്തുള്ള ടാക്സിൻ്റെ എഫക്റ്റാണ് അവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമുക്കിനി ഏപ്രിലോ മെയ്യോ കഴിഞ്ഞാൽ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടൻറ്റിനോ ഒക്കെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ആപ്ലിക്കബിൾ ആവുന്ന റേറ്റിനെ കുറിച്ചല്ല ഇന്നത്തെ ബജറ്റിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ ബജറ്റിൽ വന്നിട്ടുള്ളത് നമ്മൾ 1/4/2025 മുതൽ 31/3/2026 വരെ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്താൻ പോകുന്ന ഇൻകം. അപ്പോൾ അതിൻ്റെ ടാക്സ് നമ്മൾ അടക്കുന്നത് 31/3/2026 കഴിഞ്ഞിട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്ന ഇൻകത്തിൻ്റെ പുറത്തുള്ള ടാക്സിൻ്റെ ബെനിഫിറ്റാണ് ശരിക്കും ഇന്നത്തെ ബജറ്റിൽ നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, സോ ടാക്സ് അപ്ഡേറ്റ് ഫിനാൻസ് ആക്ട് 2025. സോ നമ്മളിവിടെ ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ കാൽക്കുലേഷനിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല. നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻകം കൊടുത്തിട്ടുണ്ട്. ആ ഇൻകത്തിൻ്റെ പുറത്ത് എന്ത് മാറ്റമാണ് ഫിനാൻസ് ആക്ട് 2024 ഫിനാൻസ് ആക്ട് 2025 ടാക്സ് റേറ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ടാക്സിൽ ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂ ടാക്സ് റെജിമാണ്. ഓൾഡ് ടാക്സ് റെജിം എന്നുള്ളൊരു റെജിം ഉണ്ട്, നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്നത് ന്യൂ ടാക്സ് റെജിം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ന്യൂ ടാക്സ് റെജിമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻകം എടുത്തിരിക്കുന്നത് ശരിക്കും 20 lakhs ആണ്. 20 lakhs ആണ്. ഫിനാൻസ് ആക്ട് 2025 അത് എവിടുന്നാണ്? 1/4/2025 മുതൽ 31/3/2026 വരെ നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്ന ഇൻകത്തിൻ്റെ പുറത്ത് എങ്ങനെയായിരിക്കും ടാക്സ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ന്യൂ റെജിമാണ്, ടാക്സ് സ്ലാബ് ന്യൂ റെജിമാണ്. അപ്പോൾ ഇവിടെ പുതിയ ഈ ഒരു ടാക്സ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ബജറ്റിൽ വന്ന സ്ലാബ് പ്രകാരം ടാക്സ് വരുന്നത് 4 lakhs വെച്ചിട്ടാണ് അവർ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ആദ്യത്തെ 4 lakhsന് ടാക്സ് ഇല്ല. 4 to 8 lakhs നെക്സ്റ്റ് സ്ലാബ് ആവും 5%, 8 to 12 lakhs 10% ആവും, 12 to 16 lakh 15% ആവും. ഇത് സ്ലാബ് റേറ്റ് ഇൻകം മാത്രമാണ് പറയുന്നത്, നോർമൽ ഇൻകം മാത്രം. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷെയറിൽ നിന്നുള്ള ഇൻകമോ അല്ലെങ്കിൽ ലാൻഡിൽ നിന്നുള്ള ഇൻകമോ ലോട്ടറി ഇൻകം ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ സെപ്പറേറ്റ് കുറേ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ. നമ്മൾ CA, CMA, CS പോലത്തെ കോഴ്സുകളിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ. BComലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ അതല്ല പറയുന്നത്. നോർമൽ ഇൻകം എന്നുള്ള കാര്യം, സ്ലാബിൽ വരുന്ന ഇൻകത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? സോ 0 to 4 lakh നീൽ, ദെൻ 4 to 8 lakhs 5%, അടുത്ത 4 lakhsന് 10% ആവും, അടുത്ത 4 lakhന് 15 ആവും, അടുത്ത 4 lakhന് 20 ആവും, അടുത്ത 4 lakhന് 25 ആവും, അടുത്ത 4 lakhsന് 30% ആവും. അപ്പോൾ 4 lakh വെച്ചിട്ടാണ് അവർ ഈ ഡിവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ ഇൻകം 25-26
20 lakhs ആണെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവുന്ന നോർമൽ സ്ലാബിൽ വരുന്ന ഇൻകം 20 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ടോട്ടൽ ടാക്സ് ആണ് എത്രയാ? ആദ്യത്തെ 4 ലക്ഷത്തിന് ഇല്ല, 4 മുതൽ 8 ലക്ഷം വരെ 5% അപ്ലൈ ചെയ്ത് 20,000 കിട്ടും. അടുത്തതിന് 10% കിട്ടിയ 40,000 കിട്ടും. അടുത്ത 4 ലക്ഷത്തിന് 15% അപ്ലൈ ചെയ്താൽ 60,000 കിട്ടും. അടുത്ത 4 ലാക്സിന് 20% അപ്ലൈ ചെയ്താൽ 80,000 കിട്ടും. 20 ലാക്സിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടല്ലോ, ഇവിടെ ഇല്ല. സോ ടോട്ടലി 2 ലക്ഷമാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പിന്നെ ടാക്സിൻ്റെ പുറത്ത് ഒരു 4% സെസ്സും കൂടെ ഉണ്ട്, ഹെൽത്തിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് അല്ലേ. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഒരു 4% കൂടി കൊടുക്കണം. അത് 8,000 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്രയാണ്? 20 ലക്ഷം ഏൺ ചെയ്യുന്ന ഒരാൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2,08,000, ഏകദേശം 10%. ക്ലിയർ ആണോ? ഇതാണ് ടാക്സ് വരിക. അയ്യോ 10% കൊടുക്കണോ? 2 lakh ടാക്സ്, പിന്നെ എന്ത് ബെനിഫിറ്റാണ് ഉള്ള? 20 lakhs ഞാൻ ഏൺ ചെയ്ത് അതിൽ 2,08,000 ഗവൺമെൻറ്റിന് കൊടുക്കണോ? അതിലും കൂടുതലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലും കൂടുതലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ 24-25 വരാൻ പോകുന്ന ഒരു വർഷം നമ്മൾ ടാക്സ് അടക്കണം അല്ലേ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്കൊന്ന് നോക്കാം. സെയിം 20 lakhs ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ 24-25 നിങ്ങൾ എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാനിവിടെ നോക്കുന്നത്. സോ ഇവിടെ ഫിനാൻസ് ആക്ട് 2024 എന്നാണ് പറയുന്നത്. ഫിനാൻസ് ആക്ട് 2024 എന്ന് പറഞ്ഞാൽ 1/4/2024 മുതൽ 31/3/2025 വരെ ഏൺ ചെയ്ത ഇൻകത്തിനുള്ള ടാക്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി നിൽക്കുക, മാർച്ചും കൂടെ ചേർന്ന്, ഫെബ്രുവരി മാർച്ചും കൂടെ ചേർത്ത് ഏപ്രിൽ മുതൽ ഈ മാർച്ച് വരെയുള്ള ഇൻകത്തിന് നമ്മൾ കൊടുക്കേണ്ട ടാക്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്ന് വന്ന ബജറ്റിൽ വന്ന ഏതാണ്? അത് നെക്സ്റ്റ് ഇയറിൻ്റെ കാര്യമാണ്. അത് നെക്സ്റ്റ് ഇയറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതിൽ ടാക്സ് സ്ലാബ് ന്യൂ റെജീം എന്ന് പറയും. അന്ന് ഇപ്പോൾ ഓരോ 4 lakhs ആണെങ്കിൽ അന്ന് മാറ്റം ഉണ്ടായിരുന്നു, കുറച്ച് ഡിഫിക്കൽറ്റി ആയിരുന്നു. ചിലത് 3 ലക്ഷം, ചിലത് 2 ലക്ഷം അങ്ങനെയൊക്കെ വരും. സോ ആദ്യത്തെ 3 ലക്ഷത്തിനാണ് അന്ന് ടാക്സ്. ഇപ്പോൾ എത്രയാണ് ഇല്ലാത്തത്? ഇപ്പോൾ എത്രയാണ്? 4 lakhs വരെ. ഇവിടെ ഏജ് ഞാൻ എടുത്തത് ബിലോ 60 ആണ്. അങ്ങനത്തെ കോംപ്ലിക്കേഷനിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല, അതൊക്കെ നമുക്ക് കോഴ്സുകൾ പഠിക്കാനുണ്ട്. ദെൻ 3 to 7 അടുത്ത 4 lakhs. ആദ്യം 3 ലക്ഷം, പിന്നെ അടുത്തത് 4 ലക്ഷം, അടുത്ത 7 to 10 വീണ്ടും 3 ലക്ഷം, പിന്നെ അടുത്ത 10 to 12 പിന്നെ 2 ലക്ഷം. കാൽക്കുലേഷൻ ഇതൊക്കെ എല്ലാം ഓർത്ത് വെക്കണ്ടേ. ഇപ്പോൾ ഭയങ്കര സുഖമാണ്. 4, 8, 12, 16, 20, 24. മുന്നേ ഉണ്ടാ 3, 7, 10, 12 അല്ലേ. 10 നേരെ 2 ചാടി 12, ദെൻ വീണ്ടും 3, 15, പിന്നെ എബോവ് 15, 5, 10, 15, 20, 25 ഇല്ല, നേരെ 30 ആയിരുന്നു. മനസ്സിലായോ? ആ ഒരു ചേഞ്ച് മനസ്സിലായോ? സോ അങ്ങനെ നമ്മൾ ഈ ഉള്ള ഓരോ ഇൻകത്തിനും ഈ ഒരു സ്പെസിഫിക് റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സുകളാണ് ഇത്. അങ്ങനെ നോക്കുമ്പോൾ വിത്ത് സെസ് നമ്മൾ എത്ര അടക്കേണ്ടി വരും? 24-25 3,01,600. ഇപ്പോൾ നിങ്ങൾക്ക് ലാഭം മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായില്ലേ? അതായത് 24-25 20 ലക്ഷം ഇൻകം ഉള്ള ഒരാൾ ടാക്സ് അടക്കേണ്ട എത്രയാണ്? 3,100,000 രൂപ. 3,100,000 രൂപ. അതേ 20 ലക്ഷം നിങ്ങൾക്ക് ഒരു വർഷം കൂടെ, അടുത്ത വർഷവും 20 ലക്ഷമാണ് നിങ്ങൾക്ക് ഇൻകം എന്നിട്ട് എത്ര അടിച്ചാൽ മതി? 2,08,000 അല്ലേ. നേരത്തെ 30% മേലെ ടാക്സ് ഉള്ളത് ഇപ്പോൾ എത്രയായിട്ട് കുറഞ്ഞു? 10% ആയിട്ട് കുറഞ്ഞു. നേരത്തെ 15% ഉള്ളത് ഇപ്പോൾ എത്രയായി? 10% ആയിട്ട് കുറഞ്ഞു. ഏകദേശം ഒരു 93,600 റുപ്പീസിൻ്റെ ബെനിഫിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. 20 ലക്ഷം ടാക്സ്, 20 ലക്ഷം ഇൻകം ഏൺ ചെയ്യുന്ന ഒരാൾക്ക്. ക്ലിയർ ആണോ? ആ ഡിഫറൻസ് മനസ്സിലായോ? വീണ്ടും ഞാൻ പറയുന്നു, ഇത് എന്നത്തേതാണ്? 1/4/25 മുതൽ 31/3/26 വരെ നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്ന ഇൻകത്തിൻ്റെ പുറത്തുള്ള ടാക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഡിഫറൻസ് അല്ലേ. അത്യാവശ്യം നല്ല ഡിഫറൻസ് അല്ലേ? നല്ല ഡിഫറൻസ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്ര ഭയങ്കര ഒരു ഡിഫറൻസ് വരുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഇനി നമ്മളെല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ്, ആദ്യത്തെ 12 ലക്ഷത്തിന് ടാക്സ് ഇല്ല. ഇപ്പോൾ നമ്മളിത് പറയാറ് ആദ്യത്തെ 7 ലക്ഷത്തിന് ടാക്സ് ഇല്ല എന്നുള്ളതൊക്കെയാണ് അല്ലേ. 7 ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ടതാണ്. അത് അവരെന്താക്കി 12 ലക്ഷം. അതിൻ്റെ അർത്ഥം എന്താ? റിബേറ്റ് ആണ് കേട്ടാ. സാറ് പറഞ്ഞു 12 ലക്ഷം വരെ ടാക്സ് ഇല്ല, പക്ഷേ ഇവിടെ കണ്ട 4 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ ടാക്സ് കൊടുക്കണം. അതെന്താണ്? കാരണം ഇവിടെ റിബേറ്റ് ആണ്. അതായത് ഈ ബെനിഫിറ്റ് ആർക്കേ കിട്ടുള്ളൂ? 12 ലക്ഷം വരെ മാത്രം ഇൻകം ഏൺ ചെയ്യുന്ന, അതായത് നോർമൽ ഇൻകം ആണ്. അവിടെ ഞാൻ മറ്റ് ഇൻകത്തിനെ കുറിച്ചൊന്നും ഇപ്പോൾ അതാ കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകുന്നില്ല. നോർമൽ ഇൻകം 12 ലക്ഷം വരെ ഏൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ടാക്സ് കൊടുക്കണ്ട. 12 ലക്ഷത്തി 1 രൂപയായാലോ അതർ ദാൻ സാലറി, കാരണം അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ 12,100,000, അല്ലെങ്കിൽ 12,100,000 രൂപയായാൽ ടാക്സ് മാറി. അവന് 4 ലക്ഷം മുതലേ അടച്ചു തുടങ്ങണം. മനസ്സിലായോ? അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 7 ലക്ഷം കഴിഞ്ഞാൽ 3 ലക്ഷം മുതലേ തന്നെ അവൻ എന്ത് ചെയ്യണം?
ടാക്സ് അടച്ച് തുടങ്ങണം. അപ്പോൾ ആ റിബേറ്റിൻ്റെ ആ ഒരു റിബേറ്റ് 12 ലക്ഷം വരെ കിട്ടുന്ന രീതിയിൽ അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ 12 ലക്ഷം വരെയൊക്കെ ഏൺ ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ മതി. ഞാനൊരു സാലറീഡ് പേഴ്സൺ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സാലറീഡ് പേഴ്സൺ അല്ലേ, മിഡിൽ ക്ലാസ്സിന് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരാളാണ്, ലോവർ മിഡിൽ ക്ലാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാലറീഡ് പേഴ്സൺ സാലറി, അവൻ്റെ സാലറി 12,70,75,000 ആണ് ഒരു വർഷം എന്ന് വിചാരിക്കാം. കാരണം ഈ പുതിയ ബജറ്റിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50 നിന്ന് 75,000 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 75,000 വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ 12,70,75,000 നിന്ന് 12,75,000 നിന്നും ആ 75,000 നമ്മൾ കുറച്ചാലും ബാക്കി എത്രയുണ്ട്? 12 lakhs ഉള്ളൂ. 12 lakhs വരെ റിബേറ്റ് ഉണ്ട്. അവൻ അടക്കേണ്ട ടാക്സ് എത്രയാണ്? 0 ടാക്സാണ്. 0 ടാക്സാണ് അവൻ അടക്കണ്ടേ അല്ലേ? 0 ടാക്സ് അവൻ അടക്കണ്ടേ. എന്നാൽ ഇപ്പോൾ ഈ വർഷം, അതായത് നമ്മൾ കമ്മിങ് ഇയറിൽ അങ്ങനെയല്ല. ഒരാൾ 12,70,75,000 സെയിം എമൗണ്ട് തന്നെ അവന് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 12,25,000. 12,25,000 ടാക്സ് നമ്മൾ സ്ലാബിൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വരുന്നുണ്ട്. 88,400 രൂപ. ബെനിഫിറ്റ് നോക്കൂ, ഏകദേശം ഒരു 7,500 രൂപ അല്ലേ? ഏകദേശം ഒരു 7,000-നും 1,500-നൊക്കെ ഇടയിൽ മന്ത്ലി നമുക്ക് ടാക്സ് ഇനത്തിൽ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് TDS പിടിക്കൂല. 12,70,75,000 വരെ സാലറി ഉള്ള ഒരാൾക്ക് TDS പിടിക്കേണ്ട ആവശ്യമില്ല, ടാക്സ് പിടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ എമൗണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും അല്ലേ? മറ്റേത് എന്ത് ചെയ്യും? ഈ 88,400-ൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടല്ലേ മാസം നമുക്ക് വരുള്ളൂ. മാസം ഒരു 7,000 രൂപ കുറച്ചിട്ടല്ലേ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുള്ളൂ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ബെനിഫിറ്റ് ഇതാണ്. ഈ ഒരു നല്ലൊരു ബെനിഫിറ്റ് വളരെ കാലത്തിന് ശേഷമാണ് ഇത്തരം ഒരു ഭയങ്കര ജമ്പിങ് ഇൻകം ടാക്സിൽ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 12 ലക്ഷം ഒക്കെ സാലറി വാങ്ങുന്ന 12,70,75,000 ഒക്കെ സാലറി വാങ്ങുന്ന ഒരാൾക്കുള്ള ഡിഫറൻസ് ആണ് ഏകദേശം 88,000-90,000 രൂപയുടെ അടുത്ത്. ഒരു 20 ലക്ഷം ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ ഏകദേശം 1 ലക്ഷം രൂപ 93,000 വരെയൊക്കെ ടാക്സ് ഇനത്തിൽ അവന് ഈ ഒരു പുതിയ മാറ്റം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ശ്രമിച്ചത് പുതിയ ടാക്സ്, അതല്ലെങ്കിൽ ഈ ബജറ്റിൽ വന്ന മാറ്റം എങ്ങനെയാണ് ഒരാളുടെ ടാക്സ് പേയ്മെൻറ്റിൽ എങ്ങനെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്.